ഹലോ ഫ്രണ്ട്സ്, V4 വയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹത്തിന് ശേഷം സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരവും കുങ്കുമവും അണിയുന്നത് എന്തിനാണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരു വലിയ രഹസ്യം ഇതിനു പിന്നിലുണ്ട്. ആ രഹസ്യം തീർച്ചയായും നിങ്ങളും അറിയണം. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ബിന്ദു എന്നർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നുമാണ് ബിന്ദി എന്ന പദം രൂപപ്പെട്ടത്. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളും പുരുഷന്മാരുമൊക്കെ സിന്ദൂരവും ചന്ദനവും ചാർത്താറുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ലക്ഷ്മി ദേവി വസിക്കുന്ന ഭൂമിയിലെ 5 സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ തല. അതുകൊണ്ട് തന്നെ കുങ്കുമം തൊടുന്നത് ലക്ഷ്മി ദേവിയോടുള്ള ബഹുമാന സൂചകമാണെന്നും അത് കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നുമാണ് വിശ്വാസം. പരമശിവന്റെ തൃക്കണ്ണുമായും ഇതിന് ബന്ധമുണ്ട്. അതേസമയം ശാസ്ത്രീയമായി നാം സിന്ദൂരം ചാർത്തുന്ന ഭാഗത്താണ് അജ്ഞചക്ര അഥവാ ബ്രഹ്മസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത് മനസ്സിന് സമാധാനവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. മഞ്ഞളും നാരങ്ങാനീരും മെർക്കുറിയും ചേർത്താണ് സിന്ദൂരം തയ്യാറാക്കുന്നത്. മെർക്കുറിക്ക് BP അഥവാ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാൻ സാധിക്കും. കൺപുരികങ്ങൾക്ക് ഇടയിലാണല്ലോ നാം സാധാരണയായി സിന്ദൂരം ചാർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട നാഡീകേന്ദ്രമായ ഇവിടെയാണ് പീനിയൽ ഗ്രന്ഥിയും സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത സിന്ദൂരത്തിന് ലൈംഗികതയെ ഉത്തേജിപ്പിക്കുവാൻ കഴിയും എന്നതാണ്. അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വിധവകളെ സിന്ദൂരം ഉപയോഗിക്കുന്നതിൽ നിന്നും പഴമക്കാർ വിലക്കിയതെന്നും ഇന്നും ഭർത്താവ് മരിച്ച സ്ത്രീകളും പ്രായമായവരും സിന്ദൂരം ചാർത്താത്തതെന്നും ഊഹിക്കാമല്ലോ. ചുവന്ന ചന്ദനത്തടി, മഞ്ഞ ചന്ദനത്തടി, മഞ്ഞൾ, കുങ്കുമം, ചാരം, സിങ്ക് ഓക്സൈഡ്, പലതരത്തിലുള്ള പുഷ്പങ്ങൾ എന്നിവ ചേർത്തായിരുന്നു പണ്ടുകാലങ്ങളിൽ ബിന്ദി തയ്യാറാക്കിയിരുന്നത്. ഇവയാകട്ടെ പ്രകൃതിയെ തന്നെ ശീതീകരണ സ്വഭാവമുള്ളവയായിരുന്നു. നിർഭാഗ്യവശാൽ പ്ലാസ്റ്റിക്കിലും ഗ്ലൂവിലും നിർമ്മിതമായ ബിന്ദി അഥവാ പൊട്ട് വിപണിയിൽ ഇന്ന് സുലഭമാണ്. ചുവപ്പ് നിറം ജീവനെയും പ്രകൃതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ സ്ത്രീകൾ നെറ്റിയുടെ മധ്യത്തിൽ മുടിയോട് ചേർത്ത് ലംബമായി സിന്ദൂരം ചാർത്തുന്നത് തങ്ങൾ വിവാഹിതരാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ തിരശ്ചീനമായി സിന്ദൂരം ചാർത്തുന്നതാകട്ടെ സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പുത്തൻ അറിവുകളും പുത്തൻ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു സിബിൻ.